നമസ്കാരം. സിംപ്ലി ഫൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങൾ എത്ര പോസിറ്റീവാണോ അത്ര തന്നെ നമുക്ക് ജോലി ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റും വരും. പക്ഷെ പലപ്പോഴും നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലം നമുക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു സ്ഥലമാവണം എന്നില്ല. ചിലപ്പോൾ അത് നെഗറ്റീവ് ആവാം, ചിലപ്പോൾ അത് ടോക്സിക് ആവാം, അല്ലേ? ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന പലരും നമ്മുടെ ഇടയിലുണ്ട്. ഇങ്ങനെയുള്ളൊരു നെഗറ്റീവ് അല്ലെങ്കിൽ ടോക്സിക് വർക്ക് പ്ലേസ് നമുക്ക് എങ്ങനെ ബാലൻസ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതാണ് സിംപ്ലി ഫൈവിലൂടെ ഇന്ന് നമ്മൾ പറഞ്ഞു പോകുന്നത്. നമ്മുടെ ലൈഫിൽ, പ്രത്യേകിച്ചും നമ്മുടെ പ്രൊഫഷണൽ ലൈഫിൽ വരുന്ന പല സിറ്റുവേഷൻസ് അതെങ്ങനെയാണ് അനലൈസ് ചെയ്യുക, അതെങ്ങനെയാണ് ഒരു 5 പോയിൻറ്റ്സിലൂടെ നമ്മൾ സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞു പോകുന്ന പ്രോഗ്രാമാണ് സിംപ്ലി ഫൈവ്. ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം എങ്ങനെയാണ് നമ്മുടെ വർക്ക് പ്ലേസ് നെഗറ്റീവ് ആണെങ്കിൽ അല്ലെങ്കിൽ അത് നമുക്ക് ടോക്സിക് ആണെങ്കിൽ നമ്മളത് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, നമ്മൾ ഒരു ജോലിക്കൊരു സ്ഥലത്ത് പോകുമ്പം അവരോട് വല്ലാത്തൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് നമ്മുടെ ജോലിയോടോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തിനോടോ നമ്മൾ വെക്കരുത്. അതുകൊണ്ട് തന്നെ ടിപ്പ് നമ്പർ 1, നമ്മൾ ഇമോഷണലി ഡിറ്റാച്ച് ആയിട്ട് വേണം നമ്മൾ ജോലി ചെയ്യാൻ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളവിടെ ജോലിക്ക് പോവുകയാണ്, അവർ നമുക്കൊരു പ്രത്യേക സാലറി തരുന്നു, നമ്മളവിടെ വർക്ക് ചെയ്യുന്നു. നമ്മൾ വാങ്ങുന്ന പൈസയ്ക്ക് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യണം. നമ്മൾ ഒരിക്കലും അവിടെ ചീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ മുതലെടുക്കാനോ ശ്രമിക്കരുത്. ബട്ട് അറ്റ് ദ സെയിം ടൈം ജോലി മാത്രമാണ് നമ്മുടെ ജീവിതം എന്ന് വിചാരിച്ച് നമ്മുടെ മെൻറ്റൽ ഹെൽത്തിന് നമ്മൾ സാക്രിഫൈസും ചെയ്യാൻ പാടില്ല. സോ വി ഷുഡ് ബി ഇമോഷണലി ഡിറ്റാച്ച്ഡ് വിത്ത് ദ വർക്ക് പ്ലേസ്. പിന്നെ രണ്ടാമതായിട്ട്, നമ്മൾ പല ടൈപ്പ് ആൾക്കാരുള്ള ഒരു സ്ഥലത്താണ് ജോലി ചെയ്യാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മളെ വളരെ മനസ്സിലാക്കി നമ്മളുടെ കൂടെ ചേർന്ന് നിന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ ബോസ് അല്ലെങ്കിൽ നമ്മുടെ ടീം ലീഡർ നമ്മളെ മനസ്സിലാക്കാത്ത ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ ഈ പല ടൈപ്പ് ആൾക്കാർ വരുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന റിയാക്ഷൻസും പല രീതിയിലാണ്. ചിലപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ, ചെയ്യുന്ന കാര്യങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്ത് നമ്മളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി നമ്മളോട് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. ചിലപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ വെറുതെ അവർ സെൽഫിഷായിട്ട് ബിഹേവ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും. അങ്ങനെ വരുന്ന സമയത്താണ് നമ്മൾ നമ്മുടെ ടിപ്പ് നമ്പർ 2 ആലോചിക്കേണ്ടത്. സെറ്റ് പവർഫുൾ ബൗണ്ടറീസ്. അതായത് നമ്മളുടെ മെൻറ്റൽ ഹെൽത്തിനെയോ അല്ലെങ്കിൽ ഫിസിക്കൽ ഹെൽത്തിനെയോ എന്തിന് നമ്മുടെ ടൈമിനെ പോലും നശിപ്പിക്കുന്ന രീതിയിലാണ് അവിടുത്തെ ഒരു വർക്ക് കൾച്ചർ പോകുന്നെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവിടെ നമ്മളുടെ അഭിപ്രായങ്ങൾ വ്യക്തമായി പറയണം. നമ്മളൊരു പെർട്ടിക്കുലർ ടൈമിലത്തേക്കാണ് അവർ നമ്മളെ ഹയർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈം നമ്മൾ മാക്സിമം നന്നായിട്ട് വർക്ക് ചെയ്തിട്ട് നമ്മുടെ പേഴ്സണൽ ലൈഫിലേക്ക് വർക്ക് കൊണ്ടുവരാതിരിക്കുക. എന്ന് പറഞ്ഞാൽ ഒരു അത്യാവശ്യം വന്നാൽ നമുക്ക് കുറച്ച് അഡീഷണൽ വർക്ക് ചെയ്യാം, പ്രശ്നമില്ല. പക്ഷെ നോട്ട് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് റൂയിനിങ് അവർ മെൻറ്റൽ ഹെൽത്ത്. അപ്പോൾ നമ്മൾ നോ പറയേണ്ടടുത്ത് നോ പറയുക തന്നെ ചെയ്യണം. എങ്കിൽ എല്ലായിടത്തും നോ പറയാൻ പാടില്ല കേട്ടോ. ഏതൊരു വർക്ക് പ്ലേസിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ സ്ട്രാറ്റജിക്കലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയുകയാണെങ്കിൽ ഒരു ലിമിറ്റ് വരെ നമുക്ക് വർക്ക് പ്ലേസിൽ വരുന്ന എല്ലാ നെഗറ്റിവിറ്റിയും ടോക്സിക് ബിഹേവിയറും കൺട്രോൾ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ഒരു സ്ട്രാറ്റജിക്കായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക? നമ്മൾ പറയുന്ന കാര്യങ്ങൾ വളരെ പൊളൈറ്റായിട്ട്, വളരെ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ട്രാൻസ്പെറൻ്റായിട്ട് പറഞ്ഞു കൊടുക്കുക. പിന്നെ നമുക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ അവർ ഓവർലോഡ് ചെയ്യുകയാണ് അല്ലെങ്കിൽ നമ്മൾ വളരെ മോശമായിട്ട് ട്രീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എവിഡൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മാത്രം വർക്ക് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മളെ നിർബന്ധിക്കുകയാണെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് പറയുക, ഒഫീഷ്യലി ഒരു മെയിൽ ഇടുക, എന്നിട്ട് ഞാൻ ചെയ്യാമെന്ന് പറയാം. അപ്പോൾ നമ്മളവിടെ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നോ അല്ലെങ്കിൽ എന്തിനാണ് ചെയ്യുന്നതെന്നുള്ളൊരു തെളിവ് സൃഷ്ടിച്ചുകൊണ്ടാണ് നമ്മളവിടെ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ പറയുമ്പം അവർ പറയുന്ന കാര്യം നമ്മളോട് തെറ്റായിട്ടാണ് പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ മെയിൽ അയക്കാൻ അവരൊന്ന് മടിക്കും. ഇതാണ് സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ സ്ട്രാറ്റജിക്കായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിക്കുകയാണെങ്കിൽ വർക്ക് പ്ലേസിൽ വരുന്ന നെഗറ്റിവിറ്റി നല്ല രീതിയിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഏതൊരു കമ്പനിയും അവരുടെ വാല്യുബിൾ അസറ്റ്സിനെയാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുന്നത്. ഓരോ മനുഷ്യനും, ഓരോ ടീം ലീഡേഴ്സും, ഓരോ എംപ്ലോയിയും ആ കമ്പനിക്ക് ഒരു അസറ്റായിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ HR എന്നൊരു വിഭാഗം തന്നെ വന്നത്, ഹ്യൂമൻ റിസോഴ്സ്. ബിക്കോസ് എവറി ഹ്യൂമൻ ഈസ് കൺസിഡർഡ് എ റിസോഴ്സ് ഫോർ എ കമ്പനി. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു കമ്പനിക്ക് വേണം, നമ്മൾ കൂടാതെ ആ കമ്പനി പ്രവർത്തിക്കാൻ പറ്റൂല എന്നുള്ള രീതിയിൽ നമ്മളവിടെ വർക്ക് ചെയ്യണം. നമ്മളൊരു നല്ല അസറ്റാണ് എന്നുള്ള രീതിയിൽ ആ കമ്പനിയെ ബോധ്യപ്പെടുത്തണം. അതെങ്ങനെയാണ് ചെയ്യുന്നത്? നമുക്ക് തരുന്ന ടൈമിനുള്ളിൽ നമ്മുടെ വർക്ക് നമ്മൾ ഫോക്കസ്ഡ് ആയിട്ടിരുന്ന് വർക്ക് ചെയ്ത് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട്സ് കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ ആ കമ്പനിക്ക് തന്നെ തോന്നും, ഇവരില്ലാതെ നമുക്ക് കമ്പനി നടത്താൻ പറ്റില്ല.
അങ്ങനെ വരുമ്പോൾ നമ്മളോട് നെഗറ്റീവായിട്ടോ ടോക്സിക്കായിട്ടോ ബിഹേവ് ചെയ്യാൻ ആൾക്കാർ ഒന്ന് ആലോചിക്കും. സോ ടിപ്പ് നമ്പർ 4 ഇസ് ബി എ വാല്യുബിൾ അസെറ്റ് ഫോർ യുവർ കമ്പനി. പിന്നെ ഈ ടിപ്സ് എല്ലാം നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ ഇതൊന്നും നടക്കാത്ത കമ്പനികൾ വരും, അല്ലെങ്കിൽ അങ്ങനെ ഒന്നും നടക്കാത്ത വർക്ക് പ്ലേസ് വരും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് വെയർ ടിപ്പ് നമ്പർ 5 കംസ് ഇൻ ഹാൻഡി. നമ്മളുടെ 5ാമത്തെ ടിപ്പ്, നോ വെൻ ടു ലീവ്. എപ്പോഴാണ് കമ്പനി വിട്ടുപോകേണ്ടതെന്ന് തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ജോലി കളഞ്ഞിട്ട് പോകാൻ പാടില്ല കേട്ടോ. പക്ഷേ നമുക്ക് നമ്മളുടെ മെൻ്റൽ ഹെൽത്ത്, നമ്മളുടെ ഫിസിക്കൽ ഹെൽത്ത്, അല്ലെങ്കിൽ നമ്മളുടെ ഇൻറ്റഗ്രിറ്റിയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ വീണ്ടും വീണ്ടും അവസരങ്ങൾ വരികയാണെങ്കിൽ റിമെമ്പർ ദർ ഈസ് ഓൾവേസ് ദ നെക്സ്റ്റ് കമ്പനി. നമുക്ക് തീർച്ചയായിട്ടും അടുത്ത കമ്പനിയിലോട്ട് മാറാനായിട്ടുള്ള സമയമായെന്ന് മനസ്സിലാക്കുക. സോ റിമെമ്പർ ആൻഡ് നോ വെൻ ടു ലീവ്. ഈ പറഞ്ഞ ടിപ്പെല്ലാം നിങ്ങളുടെ കരിയർ ലൈഫിൽ ട്രൈ ചെയ്ത് നോക്കണം. ആൻഡ് ഫീൽ ഫ്രീ ടു ഗെറ്റ് ബാക്ക് ടു us with your comments. Thank you and have a great day. This is Sindhu Nandakumar, Corporate Psychologist at Atmasutra Mindcare. Thank you.